ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 2024 നടന്ന കൂലി വർക്കർ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗിന് കാരണമായ ആക്റ്റാണ് റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട് നിലവിൽ വന്നത്. റൗലറ്റ് ആക്ട് പ്രകാരം ഭീകരവാദിയെന്ന് സംശയിക്കുന്ന ഏതൊരു വ്യക്തിയെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കേഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടത്തിയത്. 1911 ഈ ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്ത സമയത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് ഹാരിംഗ് രണ്ടാമൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അനുച്ഛേദം 19 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 19A അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. B സമ്മേളന സ്വാതന്ത്ര്യം. C സംഘടനാ സ്വാതന്ത്ര്യം. D സഞ്ചാര സ്വാതന്ത്ര്യം. E പാർപ്പിട സ്വാതന്ത്ര്യം. G തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ 6 സ്വാതന്ത്ര്യങ്ങളാണ് അനുച്ഛേദം 19 പറഞ്ഞിരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ ഈ അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നു. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികമല്ലാതെ നിയമാവകാശമാക്കി മാറ്റിയത്. ആദ്യം അനുച്ഛേദം 31 സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ഭരണഘടന. എന്നാൽ ഇപ്പോൾ അത് ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആദ്യം സ്വത്തവകാശം ഭരണഘടനയുടെ ഭാഗം 3 അനുച്ഛേദം 31. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് ഭാഗം 12 ആർട്ടിക്കിൾ 300A നിയമാവകാശമാക്കി മാറ്റി ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്കയിൽ നിന്ന് കടമെടുത്തതാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂർ. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശ്ശൂർ ജില്ലയിൽ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി? EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാണ് EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? ഗൗരി പാർവതി ബായ്.
1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായി. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓരോ പ്രസ്താവനയും നോക്കാം. G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. ഈ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. 1999 സെപ്റ്റംബർ 26 G20 രൂപീകരിക്കപ്പെട്ടത്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. അപ്പോൾ തെറ്റായ പ്രസ്താവന സി. 1998 1999 G20 രൂപീകരിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏതു രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ. ഏതു രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ജിലുമോൾ മാരിയറ്റ് തോമസ്. കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്ക. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയെ. വലിപ്പത്തിൽ ഈ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? 7ാം സ്ഥാനം. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 7. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? സജി ചെറിയാൻ. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്? മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം? ചൈന. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഉത്തര മഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണമെത്ര? 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പ നദിയിൽ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇന്ദിര പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിര പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമട കായലിൽ. നെഹ്റു ട്രോഫി നടക്കുന്ന കായൽ പുന്നമട കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? 941. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? AJ ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായി.
പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. ചിറാപുഞ്ചി മേഘാലയയിൽ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏതു വർഷം? 1973. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ജഗദീപ് ധൻകർ. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഓർബിറ്റർ. ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഓർബിറ്റർ. താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിൻ്റെ ചിത്രം ഏത്? ഗ്രാമീണ ജീവിതം. താഴെ പറയുന്നതിൽ അമൃത ഷേർഗിലിൻ്റെ ചിത്രം ഗ്രാമീണ ജീവിതം. ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? പ്രേംചന്ദ്. ഗോദാൻ എന്ന കൃതി രചിച്ചത് പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യ. ഏഷ്യയെ സൂചിപ്പിക്കുന്നതാണ് മഞ്ഞ വളയങ്ങൾ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? അല്ലു അർജുൻ. 2021 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് കാലം സാക്ഷി. 2023 മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇന്ത്യ. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.